കാഞ്ഞിരമറ്റത്ത് കട കത്തിച്ച കേസിൽ പോലീസ് തെരയുന്ന 15-കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. ആരക്കുന്നം സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് വീടിനടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ആജ്ഞ രവീന്ദ്രൻ തന്നെയാണ് അതിന്റെയും വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ദുഃഖകരമായ വിഷയമാണ്. ഒരു കട കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്നത് ദുഃഖകരമാണ്. എന്താണ് പോലീസ് പറയുന്നത്? ആത്മഹത്യ എന്നതാണോ പ്രാഥമിക നിഗമനം? രേണുക, അടുത്തുള്ള ഒരു വീടിന്റെ കട ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു കെട്ടിടത്തിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ അതിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച കാഞ്ഞിരമറ്റത്താണ്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കടയ്ക്ക് തീപിടുത്തം ഉണ്ടാകുന്നത്. സ്പെയർ പാർട്സ് വിൽക്കുന്ന ഒരു കടയാണ്. അതിന് തീപിടുത്തമുണ്ടായതും തീയിട്ടത് ഈ 15-കാരനായ കുട്ടിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. ആ ഒരു സാഹചര്യത്തിലാണ്, ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ ഇന്ന് രാവിലെ, അതായത് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ ഇന്ന് രാവിലെയോടെയാണ് കണ്ടെത്തിയത്. അതിനുശേഷമാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന്, പ്രത്യേകിച്ചും ഈ കുട്ടി ഒരു കേസിലെ പ്രതിയാണ്. ഈ കാഞ്ഞിരമറ്റത്തെ സ്പെയർ പാർട്സ് കടയ്ക്ക് തീയിട്ട കേസിലെ പ്രതിയാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങളിൽ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ കുട്ടിയാണ് കടയ്ക്ക് തീയിട്ടത് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ അന്വേഷണത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുട്ടി മരിച്ചതായുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകാനുണ്ട്. അതായത് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇതിൽ അസ്വാഭാവികതയുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് കണ്ടെത്താനാവുകയുള്ളൂ. എന്തായാലും നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. രേണുക, ശരി, അസ്വാഭാവിക മരണം എന്ന സംശയമാണുള്ളത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.